കശ്മീരിലെ ഹിന്ദുക്കളുടെ മുഴുവൻ കഴുത്തും വെട്ടണമെന്ന് ലഷ്കർ ഇ തോയ്ബ നേതാവ് പറഞ്ഞിരിക്കുന്നു. ലഷ്കർ ഇ തോയ്ബ കാശ്മീർ പാകിസ്ഥാൻ്റെ അധീനതയിലുള്ള കാശ്മീരില്ല കമാൻഡർ ഇൻ ചീഫാണ് അബു മൂസ കാശ്മീരി. അദ്ദേഹം കഴിഞ്ഞ 14-ാം തീയതി മുസ്ലിം ജനവിഭാഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോകത്തിലെ മുസ്ലിങ്ങളോട് ഒരു ആജ്ഞ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാശ്മീരിനെ വിമോചിപ്പിക്കണം ഹിന്ദുക്കളിൽ നിന്ന്. അതിനുവേണ്ടി ലോകത്തിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും കഴുത്ത് വെട്ടാൻ കഴിയുമെങ്കിൽ ആ മുഴുവൻ ഹിന്ദുക്കളുടെയും കഴുത്ത് വെട്ടി ജിഹാദ് നടത്തണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഈ ആത്മഹത്യാ സംഘങ്ങൾ ഒരുപാടുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയെ ശരിപ്പെടുത്താൻ കഴിയും, ഹിന്ദുക്കളെ പെരുവഴിയിലാക്കാൻ കഴിയും എന്നാണ് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ അദ്ദേഹം തൻ്റെ അനുയായികളെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇത് മലയാള പത്രങ്ങളിലൊന്നും വന്നിട്ടില്ല. ഇംഗ്ലീഷ് പത്രങ്ങളിൽ സാമാന്യം ഭംഗിയായിട്ട് ഈ വാർത്ത വന്നിരുന്നു, ചാനലുകളിലും അത് ഈ വാർത്ത കൊടുത്തിരുന്നു. അപ്പോൾ ഇവിടെ ഒപ്പം നടന്നേക്കുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലക്നൌവിലും കാശ്മീരിലും ഒരു പ്രകടനം നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഇന്ത്യ ഗവൺമെൻറ് ഇറാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിട്ട് അമേരിക്കയെ തോൽപ്പിക്കണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലക്നൌവിലും ശ്രീനഗറിലും കാർഗിലും താമസിക്കുന്ന ആരാണ്? ബോറ മുസ്ലിങ്ങളാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സുന്നിയല്ല, ഷിയാക്ക് മുസ്ലിങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇതിലൊരു കാര്യം നമ്മൾ നോക്കേണ്ടത്, മുസ്ലിമിന് എവിടെയായാലും താല്പര്യം മറ്റൊരു മുസ്ലിം രാജ്യത്തോടാണ്, അവൻ ജീവിക്കുന്ന പ്രദേശത്തോടല്ല എന്നുള്ളതിൻ്റെ തെളിവാണിത്. കാരണം ഏതൊരു മനുഷ്യനും അവൻ ജീവിക്കുന്ന പ്രദേശത്തോടും ഒക്കെയാണ് ഒരു ചായ്വ് വേണ്ടത്. സ്വന്തം കുടുംബം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സ്വന്തം മാതൃരാജ്യം സംരക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കേണ്ടതുമാണ്. പക്ഷെ ഇവന്മാർ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് മാത്രമല്ല, ഇവർ പ്രവർത്തിക്കുന്നത് മുഴുവൻ ഇവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് കേരളത്തിലും വ്യത്യാസമല്ല. അതെ. കാരണം ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ഒരു മുസ്ലിമിന് ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ കോട്ടമോ സംഭവിച്ചു കഴിഞ്ഞാൽ, ഭീഷണി നേരിടുകയോ കോട്ടം സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ഉടൻ തന്നെ കേരളത്തിൽ അതിൻ്റെ പ്രതിധ്വനി നമുക്ക് കേൾക്കാൻ കഴിയും. മറ്റേ സദ്ദാം ഹുസൈൻ മരിച്ചപ്പോൾ ഇവിടെ ഹർത്താൽ ആചരിച്ചവരാണ്. അതെ. നിവൃത്തികളില്ലാഞ്ഞിട്ട് ഞങ്ങൾ സദ്ദാമിൻ്റെ കൂടെ, നിങ്ങൾ ആരുടെ കൂടെ എന്ന് EMS ചോദിക്കുകയും ചെയ്തു. നിവൃത്തികേടുകൊണ്ട് EMS അങ്ങനെ പറയുകയും ചെയ്തു. ഇപ്പോഴും പലസ്തീന് വേണ്ടിയിട്ടും ഹമാസിന് വേണ്ടിയിട്ടുമാണ് ഇവിടെ പ്രകടനം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണിക്കുന്നത് എന്താണ്? ഒരു മുസ്ലിമിൻ്റെ സ്വാഭാവികമായ ബന്ധു തൊട്ടടുത്ത് താമസിക്കുന്ന അമുസ്ലിമല്ല, വളരെ ദൂരെ താമസിക്കുന്ന മുസ്ലിമാണ് എന്നുള്ള ഖുറാൻ വാക്യമാണ് അവരെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പക്ഷേ അവർ പരസ്യമായി സമ്മതിക്കില്ല എന്ന് മാത്രം. കാരണം ഖുറാനിൽ വ്യക്തമായി പറയുന്നുണ്ട്, ഇവിടെ ജീവിക്കുന്ന മനുഷ്യരല്ല. അതാണ് ഇൻ്റർനാഷണൽ മുസ്ലിം ബ്രദർഹുഡ് എന്ന് പറയുന്ന അതാണ് യഥാർത്ഥത്തിൽ. ഒരു മുസ്ലിമിൻ്റെ മിത്രം എന്ന് പറയുന്നത് മറ്റൊരു രാജ്യത്ത് താമസിക്കുന്ന മുസ്ലിമാണ്, തൊട്ടടുത്ത് താമസിക്കുന്ന അമുസ്ലിമല്ല എന്നാണ്. നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ, അകലെയുള്ള ബന്ധുവിനേക്കാൾ നമുക്ക് നല്ലത് അരികിലുള്ള ശത്രു തന്നെയാണ്. കാരണം അവനെ നമുക്കൊന്ന് ഓടിയെത്താനുണ്ടാകൂ എന്നുള്ളതാണ്. പക്ഷെ ഒരു മുസ്ലിമും അങ്ങനെ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും ഇവിടെ കാർഗിലും ഇവിടെ ലക്നൌവിലും ഉള്ള ഷിയ മുസ്ലിങ്ങൾ ആർക്ക് വേണ്ടിയിട്ടാണ്? ഇറാനിലുള്ള ഷിയ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇന്ത്യ പടപൊരുതണം എന്നാണ് പറയുന്നത്. മറ്റേയാളാണെങ്കിലോ, നമ്മുടെ ഈ ഇസ്ലാമിക നേതാവ്
ലഷ്കർ ഇ തോയ്ബയുടെ ഇസ്ലാമിക നേതാവായിട്ടുള്ള അബു മൂസ കാശ്മീരി ലോകത്തിലുള്ള മുഴുവൻ മുസ്ലിങ്ങളോടും ആഹ്വാനം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഹിന്ദുക്കളുടെ കഴുത്ത് വെട്ടണം എന്നാണ്. മംദാനി പ്രസിഡൻ്റായി കഴിഞ്ഞപ്പോഴേക്കും ഇവിടുത്തെ എല്ലാ മുസ്ലിങ്ങളും മംദാനിക്ക് അനുകൂലമായിട്ട് മാറി എന്നുള്ളതാണ്. മംദാനി അമേരിക്കക്കാരനാണ്. മുസ്ലിങ്ങളാണെങ്കിൽ അമേരിക്കയ്ക്ക് എതിരുമാണ് ഇവിടെ. പക്ഷേ അമേരിക്കയ്ക്ക് എതിരെ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള മുസ്ലിം തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ മംദാനിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ചെല്ലുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? മംദാനി ഒരു മുസ്ലിമാണ്, ആ മുസ്ലിമിനെ പിന്തുണ കൊടുക്കണം എന്നുള്ളത് ഇവരുടെ തീരുമാനമാണ്. ഇതാണ് അപകടം പിടിച്ച ഒരു അനേകം അപകടങ്ങളുണ്ട് ഇസ്ലാം മതത്തിൽ. അതിൽ പ്രധാനപ്പെട്ട ഒരു അപകടം ഇതുതന്നെയാണ്. ഇത് വന്നു കഴിഞ്ഞാൽ വലിയ പ്രതിസന്ധി വരും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇവരാരെ സഹായിക്കാൻ പോകും? ഇവർ ഇറാനിലേക്ക് പോകും, ഇറാഖിലേക്ക് പോകും, നാളെ സൗദി അറേബ്യയ്ക്ക് വന്നാൽ അങ്ങോട്ട് പോകും. പക്ഷേ ഇന്ത്യക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർ ഇന്ത്യയുടെ കൂടെ നിൽക്കില്ല. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്തും ഇവരാരുടെ കൂടെയായിരുന്നു? ഇവരുടെ മനോഭാവം എപ്പോഴും പാകിസ്ഥാനും ബംഗ്ലാദേശിനും അനുകൂലമായിട്ടായിരിക്കും. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വരുന്ന അഭയാർത്ഥികൾക്ക് എല്ലായിടത്തും സംരക്ഷണം കൊടുക്കണമെന്ന് അവർ പറയില്ല. പക്ഷേ മുസ്ലിങ്ങളായ അഭയാർത്ഥികൾ രോഹിംഗ്യന്മാരാണെങ്കിൽ അവർക്ക് ഇന്ത്യയിൽ സംരക്ഷണം കൊടുക്കണമെന്ന് പറയും. എന്നാൽ അത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കാണാത്തൊരു കാര്യം, എന്തുകൊണ്ടാണ് ഈ അറബ് രാജ്യത്തുള്ള മുസ്ലിം രാജ്യങ്ങളൊന്നും ഇവർക്ക് സംരക്ഷണം കൊടുക്കാത്തത്? അതാലോചിക്കണ്ടേ? അതവർ ചെയ്യില്ല. അപ്പോൾ ഒരു മതപരമായ രീതിയിലുള്ള വേർതിരിവിൻ്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രവ്യവഹാരം കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഇസ്ലാമിലുണ്ട് എന്നുള്ള കാര്യം നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കോർ സബ്സ്റ്റൻസ് അതാണ്. എന്താണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കോർ സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചാൽ, മുസ്ലിങ്ങൾക്ക് രാഷ്ട്രീയ അധികാരം കിട്ടണമെന്ന് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമായി ലോകത്തിൻ്റെ രാഷ്ട്രീയ അധികാരം കിട്ടണമെന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ലക്ഷ്യം. ആ മാത്രമായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകത്തിലെ ഇതര മതവിഭാഗങ്ങളോ രാഷ്ട്ര സംഹിതകൾക്കോ ഒന്നും തന്നെ രാഷ്ട്രീയ അധികാരം കിട്ടരുത്. രാഷ്ട്രീയ അധികാരം, ലോകത്തിൻ്റെ മുഴുവൻ രാഷ്ട്രീയ അധികാരവും മുസ്ലിങ്ങൾക്ക് മാത്രമായി ലഭിക്കണം എന്നുള്ളതാണ് ഇവരുടെ സങ്കല്പം. ഇനി അങ്ങനെ മുസ്ലിങ്ങൾക്ക് മാത്രമായി ലഭിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഒരു സമാധാനം ഉണ്ടാക്കുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. അതെന്താ കാരണം? ഈ ഇറാനും ഇറാഖിലും മറ്റ് പ്രദേശങ്ങളിലെല്ലാം, സൗദി അറേബ്യ അടക്കമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ മുസ്ലിങ്ങളായിരുന്നില്ലേ? ആദ്യത്തെ കക്ഷികൾ ആരായിരുന്നു? മുഹമ്മദ് നബിയുടെ അമ്മാവനും മരുമകനും അലിയും അബൂബക്കറും. അലിയും അബൂബക്കറും തമ്മിലല്ലേ നിരന്തരമായി യുദ്ധം നടന്നത്? ആദ്യത്തെ ഖലീഫുമാർ മിക്കവാറും പേര് വധിക്കപ്പെടുകയല്ലേ ചെയ്തിട്ടുള്ളത്? അപ്പോൾ അത് മുസ്ലിമാണല്ലോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ആചാരത്തിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ അംശം എടുത്തിട്ട് അവൻ അമുസ്ലിമാണ് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ഒരാളെ കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെയുള്ള ഏറ്റവും വലിയ കുറ്റമായി പറയുന്നത് അവൻ അമുസ്ലിമാണ് എന്നാണ്. അമുസ്ലിം ആയിക്കഴിഞ്ഞാൽ അവനെ കൊല്ലാം എന്ന് പഠിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയുടെ ഫലമാണിതെല്ലാം. ഇതിനെ ഒന്നും നമ്മുടെ നാട്ടിലുള്ള ഈ ജനാധിപത്യ സംവിധാനത്തിൽ വിശ്വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന രാഷ്ട്രീയ കക്ഷികൾ, മുസ്ലിമിന് പ്രാമുഖ്യമുള്ള രാഷ്ട്രീയ കക്ഷികൾ, മുസ്ലിം ലീഗ് അടക്കം, ഇതിനെ ഒന്നും നിഷേധിക്കുന്നുമില്ല. പുറത്തു വന്നുകൊണ്ട് അവരിത് പറയുമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ഞാൻ ഇതിന് മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർ തന്നെ അവിടെ നിന്ന് അഭയാർത്ഥികളായിട്ട് വരേണ്ടി വന്നു ഇവർക്ക് കേരളത്തിലേക്ക്. അവർക്കവിടെ നിക്കൽ കള്ളിയില്ലാഞ്ഞിട്ട് പോകുന്നതാണ് അവരവിടെ നിന്ന്, യമനിൽ നിന്ന്. ബസറ എന്ന പട്ടണത്തിൽ നിന്നാണ് യമനിലേക്ക് നിൽക്കക്കള്ളിയില്ലാതെ വരുന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് അവർക്ക് നിൽക്കക്കള്ളി ഉണ്ടായതും അവർക്ക് ആദരവ് കിട്ടിയതും. വേറെ ഒരു സ്ഥലത്തും അവർക്ക് ആദരവ് കിട്ടിയിരുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ നേതാവായ തങ്ങൾമാർക്ക് കേരളത്തിലാണ് ആദരവ് കിട്ടിയത്. അവർക്ക് എവിടെ കിട്ടിയില്ല? യമനിലും കിട്ടിയില്ല, ബസറയിലും കിട്ടിയില്ല. ബസറയിൽ നിന്നും യമനിൽ നിന്നും അട്ടിയോടിക്കപ്പെട്ട് അഭയാർത്ഥികളായി വന്നവരെ സ്വീകരിച്ചിരുത്തിയ പാരമ്പര്യമുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, അതൊരു ഹൈന്ദവ സംസ്കാര പാരമ്പര്യമാണ്.
അത്തരത്തിലുള്ള എല്ലാത്തിനെയും ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു പാരമ്പര്യം ഇസ്ലാം മതത്തിലില്ല. അതുകൊണ്ട് ഒരുവൻ ശത്രുവാണ്, അവൻ അമുസ്ലിമാണ്, എന്നാൽ അവനെ കൊന്നുകളയാം എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.